നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാതെ നടത്തുന്ന റോഡ് നിർമ്മാണം പെരിങ്ങര ചാത്തങ്കേരി റോഡിന് ദുരിതമാകുമെന്ന് ആശങ്ക. മഴയാൽ സ്ഥിരം വെള്ളക്കെട്ടുള്ള മൂവിടത്തുവടി, പഞ്ചായത്ത് പടി, പോത്തിരിക്കൽ, വന്ദന ജംഗ്ഷൻ തുടങ്ങിയ ഇടങ്ങളിൽ ശാശ്വത പരിഹാരമൊരുക്കാതെയാണ് നിർമ്മാണം. ശബരിമല റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.5 കോടി രൂപയുടെ പുനരുദ്ധാരണമാണ് കാവുംഭാഗം ചാത്തങ്കേരി റോഡിൽ നടപ്പാക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പണികൾ കരാർ പിടിച്ചത്. 8 കലുങ്കുകൾ പുനർനിർമ്മിക്കുമെങ്കിലും ബാക്കിയുള്ളിടത്തെ വെള്ളക്കെട്ടിന് മറ്റു മാർഗമൊന്നും ഇല്ല. റോഡ് ശരാശരി 35 സെന്റിമീറ്ററോളം ഉയരും. സ്ഥിരം വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ റോഡ് 1.5 അടി വരെ ഉയർത്തും. എന്നാൽ ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ല. കാര്യമായ അറ്റകുറ്റപ്പണികളില്ലാതെ പതിറ്റാണ്ടായി തകർന്നു കിടക്കുകയായിരുന്നു റോഡ്. വെള്ളക്കെട്ടായതോടെ മഴക്കാലത്ത് ചാത്തങ്കരി അടക്കമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ തുടരാനാണ് സാധ്യത. പുതിയ പദ്ധതിക്ക് 2024 ഫെബ്രുവരിയിൽ ഭരണാനുമതി ലഭിച്ചു. കാവുംഭാഗം ചാത്തങ്കരി റോഡിൽ നവീകരണ ജോലികൾ തുടങ്ങി. GK ആശുപത്രിക്ക് സമീപം കാഞ്ഞിരത്തുമൂട് പടിയിൽ നിന്നും പെരിങ്ങര ജംഗ്ഷൻ വരെയുള്ള 1.4 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യ പണി നടത്തുന്നത്. റോഡിന്റെ ഉപരിതലമിളക്കി GSB വിരിച്ച് BMBC ടാറിടിയിൽ നടത്തും. മൂവിടത്തുപടി മുതൽ കളത്തട്ട് കവല വരെയുള്ള ഉപരിതലമിളക്കൽ കഴിഞ്ഞു. GSB വിരിക്കുന്ന ജോലിയും തുടങ്ങി. പെരിങ്ങര ജംഗ്ഷൻ വരെ റോഡ് ഒരുക്കിയ ശേഷമാണ് ബാക്കിയുള്ള പണികൾ തുടങ്ങുക. കാഞ്ഞിരത്ത് മൂടുപടി മുതൽ ചാത്തങ്കരി വഴി മണക്ക് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ചേരുന്നതാണ് റോഡ്. 5.8 കിലോമീറ്ററാണ് നവീകരണം വേണ്ടത്. 5.5 മീറ്റർ വീതിയിൽ GSB, WMM എന്നിവ ഉപയോഗിച്ചുയർത്തി ഉന്നത നിലവാരത്തിലുള്ള BMBC ടാറിടിയിൽ നടത്തുന്നതാണ് പണി. പലയിടത്തും സംരക്ഷണ ഭിത്തി നിർമ്മാണവും ഉണ്ട്. 1 വർഷത്തിനുള്ളിൽ പണികൾ തീർക്കണമെന്നതാണ് നിലവിലുള്ള കരാർ. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.